അപ്പൊ എല്ലാവർക്കും നാഥൻസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു യാത്രയാണ് കേട്ടോ. നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവരുടെ സമയം കിട്ടാത്തതുകൊണ്ടാണ് പോക്കൊന്നും നടക്കാത്തത്. അപ്പോൾ ഇന്ന് നമ്മൾ കായംകുളത്തേക്കാണ് പോകുന്നത്. അവിടെ നമ്മുടെ ലേഹ്യവും അതുപോലെ നമ്മുടെ നട്ട്സ് മിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുണ്ട്. അവരുടെ നമുക്ക് പോയൊരു നേരിട്ട് റിവ്യൂ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കും അതൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ. ഒരുപാട് സാധാരണക്കാരാണ് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഒത്തിരി എല്ലാ സാധാരണക്കാരാണ് യൂസ് ചെയ്യുന്നത്. കാര്യം ഇത്രയും അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ഡയറ്റ് ചാർട്ട് വാങ്ങിക്കണമെങ്കിൽ 1000-1500 രൂപ കൊടുക്കണം. ഒരു ജിമ്മിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു എമൗണ്ട് കൊടുക്കണം. അപ്പോൾ അത്രയും അഫോർഡബിൾ ആയിട്ടാണ് നമ്മളത് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല റിസൾട്ടുകളും. അപ്പം ഞങ്ങൾ ഇന്ന് നേരിട്ട് നമുക്കൊരു റിവ്യൂ കാണാം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. വഴിയെ കാഴ്ചകൾ കാണാം. അപ്പോൾ ആദ്യം കമ്പനിയിലോട്ട് പോകണം, വണ്ടി എടുക്കണം. ഞങ്ങൾ എല്ലാവരും കൂടെയാണ് പോകുന്നത്. നിങ്ങളുടെ ഓർഡർ എടുക്കുന്ന ബ്രദറും എല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കമ്പനിയിലോട്ട് പോകാം. അവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടുത്തെയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം പോകാൻ. നമുക്ക് പാക്കിംഗ് സെക്ഷനിൽ കയറാതെ അതൊന്ന് ഓഫ് ചെയ്യാവാ. ഇതേ ന്യൂട്രി മിക്സ് നമ്മുടെ ഡയറ്റ് മിക്സിൻ്റെ പ്രിപ്പറേഷൻ പൊടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടിരിക്കുകയാണ്. സാധാരണ നമ്മൾ പല പല ഐറ്റമായിട്ടാണ് കാണിക്കുന്നത്. പല സെക്ഷനിലാണ് ഞാൻ പറയാറില്ലേ, പല സെക്ഷനിൽ പൊടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ മിക്സിങ് കുറച്ച് നേരം പിടിക്കുന്ന ഒരു പ്രോസസ്സാണെന്ന്. ഇല്ലേ, ഇങ്ങോട്ട് പോയോ. ഇതിപ്പോൾ കുറച്ച് ഐറ്റംസ് പൊടിച്ച് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇതേ നമ്മൾ പൊടിക്കാനായിട്ടുള്ളതെല്ലാം അവിടെ സെറ്റാക്കി ഇട്ടിരിക്കുന്നു. പിന്നെ ഇത് നമ്മുടെ ഇന്നത്തെ കൊറിയർ കയറാനുള്ള ഐറ്റംസാണ് ഈ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. 1 മന്ത് ബോട്ടിലും അതുപോലെ തന്നെ 15 ദിവസത്തെ പാക്കറ്റും ഉണ്ട്. നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും നമ്മുടെ ഇതിലേക്ക് ഒരു ജിമ്മിൽ പോകണമെങ്കിൽ നിങ്ങൾ 1500 രൂപ ഒരു മാസം കൊടുക്കണം. അല്ലെങ്കിൽ ഒരു ഡയറ്റ് ചാർട്ട് മാത്രം വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ കൊടുക്കണം 1000-ന് മുകളിൽ. അപ്പം ഇത്രയും അഫോർഡബിൾ, ഞാൻ ഇന്നൊരു കമൻറ്റ് വന്നതുകൊണ്ട് ഞാൻ പറയാം, ഇത്രയും അഫോർഡബിൾ ആയിട്ട് നല്ലൊരു ഡയറ്റ് വാട്സപ്പ് ഗ്രൂപ്പ്, നമ്മൾ 2 അഡ്മിൻസിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. അത് ഡയറ്റീഷ്യൻ സപ്പോർട്ടോടുകൂടി തന്നെയാണ് നിങ്ങൾ ചെയ്യുന്നത്. നല്ലൊരു എൻജോയ് ചെയ്ത് നല്ലൊരു ഡയറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയും റേറ്റ് എന്ന് പറയുന്നത് നല്ലൊരു അഫോർഡബിൾ തന്നെയാണ്. പിന്നെ നമുക്ക് കൊച്ചു കുട്ടികളുടെ ഹെൽത്ത് മിക്സ് ഉണ്ട്, കുറുക്ക് കൊടുക്കാൻ പറ്റുന്ന 6 മാസം മുതൽ 6 മാസം മുതലുള്ള കുഞ്ഞു മക്കൾക്ക് കുറുക്കായിട്ടും വലിയവർക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡറാണ്. അതുപോലെ ലേഹ്യമുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പരിപാടികളും ഇവിടെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള നേരമായി. മണി 2 ആയി കേട്ടാ. അജിക ബിരിയാണി വേണോ? വേണ്ടല്ലോ. കഴിഞ്ഞ തവണ ഞാൻ ബിരിയാണിയുടെ കാര്യം പറഞ്ഞ് വീഡിയോ ഇട്ട് പിന്നെ എല്ലാവരും കളിയാക്കുന്നതുകൊണ്ട് എൻ്റെ കെട്ടിയ ഭയങ്കര സീനാണ് കേട്ടാ. വേണം അജിക ബിരിയാണി? കാര്യമായിട്ട് ചോദിച്ചതാ, കഴിച്ചോ. അപ്പം നാളെ പെരുന്നാളായതുകൊണ്ട് ബിരിയാണി ഇന്ന് വേണ്ടെന്ന് പറയുന്നത്. അപ്പം എന്തായാലും നമുക്ക് നല്ല നാടൻ ഊണ് കഴിച്ചിട്ട് വരാം. കുറച്ച് മതി അത് വേണേ വാങ്ങിക്കാം. അതെ, ചോറ് ഒരാൾക്കെങ്കിലും പ്രയോജനം. നമ്മുടെ ഇന്നത്തെ ലഞ്ച് സ്പെഷ്യലും കൂടെ നോക്കാം. അതേ വാഴയിലയിൽ ഊണാണ് കേട്ടാ. ഇവിടുത്തെ സ്പെഷ്യൽ സാധനമൊക്കെ ഇപ്പം കാണിച്ചു തരാവേ. ഒരു ഇച്ചിരി കൂടെ മുളക് വെക്കുക. ഞാൻ ഇത് തിന്നാൻ വേണ്ടിയിട്ടാണ് വരണത്. പപ്പടം വേണ്ട. മുളക് ഒഴിക്കാം. അടുത്ത കറികളൊക്കെ ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ. എന്തുവാ അത്? തരത്തില്ലല്ലേ? സാമ്പാർ മതി. അതുകൊണ്ടല്ലേ പതിയെ പറഞ്ഞത് കുഴയാണെന്ന്. ആണല്ലേ? ഇതൊന്ന് പിടിച്ചു കൊടുത്ത്. എനിക്ക് പറയാം. കണ്ട വീഡിയോ എടുത്ത് കൊടുക്കാൻ തന്നെ കുഴ കൂടുതലങ്ങ് തന്നേക്കാം. ചുമ്മാ കേട്ടോ, നമുക്ക് ആവശ്യമായിട്ട് വരും. നമ്മുടെ ചേച്ചിയും നല്ലൊരു സഹകരണമാണ്. ഞങ്ങൾ എവിടെ പോയാലും ഇവിടെ തന്നെ വന്നേ കഴിക്കത്തുള്ളൂ കേട്ടോ. ഇതേ നമുക്ക് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. ചോറ് ആദ്യം തന്നെ പറഞ്ഞു കുറച്ചിട്ട് ആദ്യം. കാര്യം വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മളിന്ന് കായംകുളത്ത് കാണാമെന്ന ആള്. ഏത് ബാച്ചിലുള്ളതാണ്? 64. നമ്മുടെ പുതിയ ബാച്ചിലുള്ളതാണ്. ഇപ്പൊ എങ്ങനെയുണ്ട് ഉപയോഗിച്ചിട്ട്? ഉപയോഗിച്ചിട്ട് നല്ല മാറ്റമാണെന്ന് വെച്ചാൽ
ഞാൻ നേരത്തെ ഒരു വെയിറ്റ് ലോസ് പ്രോഡക്റ്റ് ഉപയോഗിച്ച് അത് നിർത്തി കഴിഞ്ഞപ്പം നമ്മൾ ഉപയോഗിച്ചതിനേക്കായി വെയിറ്റ് കൂടുതലായിരുന്നു. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പോൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് നല്ല മാറ്റങ്ങളുണ്ട്. ഏറ്റവും വലിയ മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ സ്കിന്നിനാണ്. വെച്ചാൽ മറ്റേ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ മുഖമൊക്കെ ശരിക്കും വല്ലാണ്ടായിരുന്നു. ഇപ്പോൾ അതിനൊക്കെ നല്ല മാറ്റമായി. വെയിറ്റ് ലോസും ഉണ്ട്. പിന്നെ എനിക്ക് ഈ ഇടത് കാലിന് ഭയങ്കര വേദനയായിരുന്നു, മുട്ടിന് വേദനയായി, വെയിറ്റ് കൂടി നടക്കാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നെല്ലാം നല്ല മാറ്റമായി നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച്. അമ്മ ലേഹ്യം കഴിച്ചിട്ട് അമ്മക്ക് ഈ വീട്ടിൽ തന്നെ നമ്മുടെ ഡയറ്റ് മിക്സും ലേഹ്യവും വരുന്നുണ്ട് കേട്ടാ. ലേഹ്യം അമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കുന്നതാണ്. അമ്മ ഇതിൽ മോനെ വിളിക്കേ. അയ്യോ നമ്മള് സിനിമയിലൊന്നും അഭിനയിക്കാനല്ല, നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാറിയേ. മോനെ ഇത് കഴിച്ചതിനും വേണ്ടി എനിക്ക് അവൾ ഇപ്പം 2 വട്ടം വന്നുകൊണ്ട് കാണുമ്പോൾ ആദ്യം വന്ന് കണ്ടതിനെക്കാട്ടിലും ഒന്നുകൂടെ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം രണ്ടാമതും കഴിച്ച് ഇപ്പം 1.5 പാത്രം ഡപ്പയായതേ ഉള്ളൂ. അത് കഴിച്ച് അന്നേരം അമ്മ പറഞ്ഞു എന്നോട് അത് കഴിക്കണം. അത് ഒരു നേരെ കഴിക്കുന്നുള്ളൂ ഞാൻ. ഉള്ളൂ മോനെ. ശരീരത്തിന് വല്ലതൊക്കെ ജോലിയൊക്കെ ചെയ്യാൻ അതാ മുറ്റത്തിറങ്ങും. ഇനിയിപ്പോൾ ജോലിയായിരുന്നു മുറ്റത്തോട്ട്. ഇച്ചിരൂടെ കഴിഞ്ഞ് അവർ പാനം ഒരുങ്ങിയിരിക്കുക. അങ്ങ് പോയിട്ട് ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്യാമല്ലോ ചെയ്യാം. അതെ 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 കൊടുക്ക അവർക്ക് കൊടുത്തേ. അതെ, ഞങ്ങളുടെ വക ഒരു ലേഹ്യവും ഉണ്ട്, അതുപോലെ നമ്മുടെ ഒരു ഡയറ്റ് മിക്സും ഉണ്ട്. മറ്റേത് വന്നോന്നല്ലേ പറഞ്ഞു. അത് ഞാൻ വാങ്ങിച്ചില്ല. മറ്റേ കൊറിയർ കഴിഞ്ഞത് നാളെ വരുമ്പോൾ അത് വേറെ, ഇത് നമ്മുടെ സമ്മാനം. കാര്യം എന്താണെന്ന് വെച്ചാലേ നമുക്ക് ഇപ്പോൾ പറഞ്ഞ കണക്ക് പല പ്രോഡക്റ്റുകളും ഉപയോഗിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ നമുക്ക് അഫോർഡബിൾ ആണല്ലേ. അത് ചിലർ പറയും റേറ്റ് പറയാത്ത, പലർക്കും പല റേറ്റ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയും. പക്ഷെ അതല്ല, നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലേ. ഇതിൽ ഒത്തിരി ബെനിഫിറ്റ്സ്, അത് ഉപയോഗിക്കുന്നവരുടെ വായിന്ന് തന്നെ കേൾക്കുമ്പോൾ അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ട്. മേടം 10 ഞങ്ങളുടെ ആണ്ടുപൂജയായിരുന്നു കാവിൽ. അന്നേരം അവിടെ ചെന്നപ്പോൾ എൻ്റെ ചേട്ടത്തി പറഞ്ഞ് എവളെ എന്നെക്കാട്ടിൽ വിളയത് അവളെ കണ്ടാൽ ഇപ്പോൾ എന്നേലും ഒത്തിരി പ്രായം തോന്നിക്കുക. ഞാനിത് എൻ്റെ മോളോട് പറഞ്ഞായിരുന്നു എന്നെ ഇങ്ങനെ പറഞ്ഞെന്ന്. അതോടെ കേട്ടപ്പോഴത്തേക്കും പുള്ളിക്കാരിക്ക് അങ്ങ് ഒരു വലിയ എന്തോന്നായിപ്പോയി. എന്നെ വന്നുകൊണ്ട് എപ്പോൾ അമ്മ ഇതെന്തോ വേഷമായി ഇതായിരിക്കുന്നതെന്ന് വെച്ചാൽ കൈയെല്ലാം ഇപ്പോൾ കൈയുടെ ചുളുക്കമെല്ലാം അങ്ങ് മാറി. എൻ്റെ അമ്മ കഴിഞ്ഞ വട്ടമൊക്കെ കാണുമ്പോൾ മുഖത്തും കൈക്കൊക്കെ ഒരു ഡൾസും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത് പ്രോഡക്റ്റ് കഴിക്കുന്നതടിക്ക് എൻ്റെ അമ്മയുടെ കൈയിലെ ചുളുവെല്ലാം മാറി. അതാണ് പിള്ള മനസ്സിൽ കള്ളയില്ലല്ലേ. എന്നാ ഒരു ഷെയ്ക്കാൻ എടുക്കട്ടെ. കാര്യം ഇത്ര ഇതായിട്ട് പറയുമ്പോഴത്തേക്കും നമ്മള് 2 നേരം ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. അത് ഞാൻ ഒരു നേരമേ കഴിക്കുന്നുള്ളൂ. 2 നേരം കഴിച്ചായിരുന്നെങ്കിൽ ഇതിലൊക്കെ ബെറ്റർ ആയേനെയായിരുന്നു. ഞാൻ ഓരോ വൈകിട്ടേ കഴിക്കുന്നുള്ളൂ. അതെ അതെ, ഒത്തിരി പേരുണ്ട് സത്യം പറഞ്ഞാല്. പിന്നെ ചിലർക്ക് ഈ പറഞ്ഞ കണക്ക് വീട്ടിൽ അറിയാതെ കഴിക്കുന്നവരുണ്ട്. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് അതെ അതെ, അല്ല ഒത്തിരി പ്രോഡക്ട്സ് ഇങ്ങനെ ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് സംശയമാണ്. കാര്യം ഒരുപാട് ഒരു 3 മാസം വരെ കൊടുത്തു വിടുന്നത് യൂസ്ഫുൾ ആണ്. ചിലർ കൊണ്ടുപോയി അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു പനിയോ ബുദ്ധിമുട്ടാവുന്ന ചിലപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു ലാഭമല്ലല്ലോ നോക്കണ്ട, ഉപയോഗിക്കുന്നവരുടെ ആ ഒരു ഇതും കൂടെ നമ്മൾ നോക്കണ്ടേ. അവള് കുഞ്ഞല്ലേ, അവള് ഇച്ചിരി കൂടെ ആവട്ടെ. അവള് കളിച്ചു വളരുന്ന പ്രായമല്ലേ, അവള് ഇച്ചിരി കൂടെ ആവട്ടെ എന്നിട്ട് മതി അല്ലേ. ഞാനിപ്പോ എല്ലാം കഴിച്ചിട്ടൊക്കെ വരട്ടെ. ഇച്ചിരി മിഠായി ഒക്കെ കുറച്ചാൽ കേട്ടോ. അടുത്ത വീഡിയോ കാണാറുണ്ട്. ഒന്നകത്തോട്ട് കയറി വേണ്ട, ഒന്നാമത് മധുരം നമ്മൾ കഴിക്കത്തില്ല. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞ കണക്ക് എനിക്ക് ഒന്നും എടുക്കണ്ട, കണ്ടതിൽ എന്നെ ഭയങ്കര സന്തോഷം. അച്ഛന്റെ ഫോട്ടോ പ്രൊഫൈലിൽ കിടക്കുന്നത്. അപ്പൊ നമ്മുടെ ഉപയോഗിക്കുന്നവരുടെയൊക്കെ അല്ലെ ഇനി വരാനിരിക്കുന്നവരുടെയൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ? ഇനി വരാനിരിക്കുന്നവരോടുള്ള പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഉപയോഗിക്കണം. എന്ന് വെച്ചാൽ ഉപയോഗിച്ച് കഴിഞ്ഞെങ്കിലേ നമുക്ക് ഇതിന്റെ പ്രയോജനങ്ങൾ അറിയത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ലോസ്, നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരവേദനകൾക്ക് ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് തൈറോയ്ഡ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണ്. തൈറോയിഡിന്റെ ഗുളിക ഞാൻ കഴിക്കുന്നുണ്ട്, എങ്കിൽ പോലും അത് നോർമലാണ്. നോർമലാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുട്ടിൻ്റെ വേദന നന്നായിട്ട് കുറഞ്ഞു. ഏറ്റവും ഞാൻ പറഞ്ഞില്ലേ, സ്കിന്ന് ആ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച്, ഇത് ഈ പ്രോഡക്റ്റ് അല്ല, ഞാൻ നേരത്തെ വെയിറ്റ് ലോസിന് ഉപയോഗിച്ച പ്രോഡക്റ്റ് ഉപയോഗിച്ച് ശരിക്കും സ്കിൻ അങ്ങ്
ഡള്ളായെന്ന് വേണം പറയാൻ. ഇപ്പം നമ്മുടെ പ്രോഡക്റ്റ് കഴിച്ച് നമുക്ക് പക്ഷേ ഏറ്റവും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്മൂത്തിയും കൂടെ, അതിന്റെ രുചി അതാണ് ഏറ്റവും ടേസ്റ്റി. അത് തന്നെയല്ലേ മോനെ. ഇപ്പൊ പണ്ടത്തേല് കണക്കിന് ഒത്തിരി വണ്ണം എവിടെ അങ്ങ് പോയി. മറ്റേ ഇതിലും വണ്ണവും ഉണ്ടായിരുന്നു, പിന്നെ വയറും ഒക്കെ അങ്ങ് ഒത്തിരി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനെല്ലാം മുഖത്തിന് തന്നെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഇത് 64ാമത്തെ ബാച്ചിലാണ്. ഇടയ്ക്ക് ഇങ്ങനെ പോകാറുണ്ട് ചില കാരണം ഈ നേരിട്ടുള്ള ഒരു ഇതും കൂടെ കിട്ടുമ്പോഴത്തേക്കും ഭയങ്കര അവളുമായിട്ട് അന്നേരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം എവളോടാ പറയുന്നത്. ഓ ശരി. അമ്പലത്തിൽ പോകുമ്പോഴും ഒക്കെ എവിടെ ഞാൻ 2 മാസത്തിന് ശേഷം അമ്മയെ വന്ന് കണ്ടത്. അന്നേരം ഞാൻ സാറിനെ വിളിച്ച് സാറേ മാറ്റമുണ്ട് എന്ന് അതെ അതെ ഇത് കെട്ടിച്ച വീട്ടിലായിരുന്നു. അവിടെ നിന്ന് അമ്മയുടെ കൂടെ റിസൾട്ട് പറയാനായിട്ട് പുള്ളിക്കാരി ഓടി വന്നതാണ്. 1.5 ഡപ്പേ ആയുള്ളൂ. ഓ അത് വന്ന് കൊറിയർ സെന്ററിൽ ഇരിക്കും, ഞാനിങ്ങ് വാങ്ങിച്ചോണ്ട് വന്നില്ല. അതെ, 2ാമത് ഓർഡർ വന്ന് കൊറിയർ സെന്ററിൽ ഇരിക്കുന്നേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ അത് പോയി കളക്ട് ചെയ്യും. ഇപ്പൊ പോകുമ്പോ എടുത്തോണ്ട് പോകും. എന്നിട്ട് നാളെ ഇനി അമ്മ അമ്പലത്തിൽ വെച്ച് കാണും ശനിയാഴ്ച. അന്നേരം എനിക്ക് 2 മാസത്തേക്കുള്ള സാധനം ആ അതെ തീർച്ചയായിട്ടും ഫ്രിഡ്ജിൽ വെച്ചാ മതി. ഫ്രിഡ്ജിൽ വെക്കണം മോനെ. എന്താന്ന് വെച്ചാ നമ്മളത് ലേഹ്യമല്ലേ, ഫ്രിഡ്ജിൽ നമ്മള് കെമിക്കൽ ആഡ് ചെയ്യുന്നതല്ലല്ലോ. അന്നേരം നമ്മൾ കഴിക്കുന്നതിന് മുമ്പേ ഫ്രിഡ്ജ് ഒരു കുഴപ്പമില്ല, വലിയെടുത്ത് വെച്ചിട്ട് എടുത്ത് കഴിക്കാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നേരിട്ടുള്ള റിവ്യൂസ്. ഇനിയും ഭയമുള്ളവർക്ക്, ഇതേ തൈറോയ്ഡ് പേഷ്യന്റ് ആണ്, അതുപോലെ തന്നെ PCOD കാര്യം. വേദനയ്ക്ക് ഗുളിക കഴിക്കുന്നില്ല. മറ്റേ എന്റെ മോള് തന്നെ അന്ന് പറയുന്നത് അന്ന് നമ്മുടെ നടക്കാൻ പറ്റത്തുള്ള ഇത് കഴിക്കുന്നതിന് മുമ്പേ ഒക്കെ എന്റെ അമ്മ എവിടെങ്കിലും കുറെ നേരമൊക്കെ ഇങ്ങനെ എവിടെങ്കിലും നിൽക്കുവാണെങ്കിൽ അപ്പം തന്നെ കാലുവേദന, പിന്നെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ എപ്പോഴും കാലിന്റെ മുട്ടിന്റെ അവിടെ തിരുമ്പും എണ്ണയൊക്കെ തേച്ച് ഇരിക്കുക ചെയ്യുന്നേ. ഇപ്പൊ ഇത് കഴിക്കുന്ന അമ്മ എത്ര നേരം നിന്നാലും അമ്മയ്ക്ക് ഒരു കുഴപ്പവും ഇല്ല. ഇപ്പൊ വീട്ടിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി ദൂരം വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലായിരുന്നു. സ്കൂട്ടർ ഓടിച്ചു കഴിഞ്ഞാൽ കൈ അങ്ങ് മരവിച്ച പോലെ ആകും. അപ്പൊ അതെല്ലാം മാറി. അതിനെല്ലാം താങ്ക്സ് പറയേണ്ട ഇതൊക്കെയാണ് സാറിനോടുമാണ് പറയേണ്ടത്. നല്ല നമ്മുടെ ഈ പ്രോഡക്റ്റ് നിർത്തുന്നില്ല, തുടർന്ന് തന്നെ ഉപയോഗിക്കാൻ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു മരുന്നും കഴിക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ പങ്കജ ഒക്കെ ഉള്ളപ്പോ അന്നേരം അതൊന്നും കഴിക്കും, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഒരു മരുന്നും കഴിക്കുന്നില്ല. ഇല്ല. പിന്നെ വേറെ കാര്യം, ഞാൻ ആ പ്രോഡക്റ്റിന്റെ പേരൊന്നും ചോദിക്കുന്നില്ല. ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പ്രോഡക്റ്റ് വെച്ച് നമ്മുടെ അഫോർഡബിൾ ആണോ? അഫോർഡബിൾ ആണ്. നമുക്ക് എല്ലാവർക്കും താങ്ങാൻ പറ്റുന്ന പ്രൈസേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും സാധാരണക്കാരാണ് നമ്മുടെ ഈ പ്രോഡക്റ്റ്. ഈ 68ാമത്തെ ബാച്ചാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് സാധാരണക്കാർ മാത്രമാണ് നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു ഡയറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാ തരത്തിലും നല്ല മാറ്റം ഉണ്ടാകും നമ്മുടെ ഈ ഒരു നാത്തൂൻസ് കിച്ചൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. പിന്നെ വളരെ നന്ദി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഈ പ്രോഡക്റ്റ് തന്നതിന്. അല്ല, ഞങ്ങളോട് ആ ഒരു ഇതിൽ സന്തോഷം കാണിക്കുമ്പോൾ തിരിച്ച് നമ്മളും അത് കാണിക്കണമല്ലോ. ഞാൻ അത് അമ്മ പറയും ഇടയ്ക്ക് കഷായം കഴിക്കണം. ഞാൻ പറയാം അത് പറ്റത്തില്ല, ഇത് തന്നെ തുടർന്നു. അമ്മയല്ലല്ലോ ഞാനല്ലേ ധൈര്യമായിട്ട് തുടർന്നോ. കാര്യം എന്താന്ന് വെച്ചാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എനിക്ക് വാങ്ങിച്ചു തരുന്നത്. ഇതൊക്കെ എന്ത് കണ്ടാലും അമ്മയുടെ പരുവം കാണുമ്പോ ഞാൻ ഒത്തിരി. എന്നാലും മോളെ എനിക്ക് 65 വയസ്സുണ്ട്. എന്നാലും 65 വയസ്സെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഫ്രോക്കൊക്കെ ഇട്ട് കിടക്കുക. അതിന് മാത്രം പ്രായമൊന്നും ആയില്ല. അല്ല, എന്നാലും നമുക്ക് അതിൻ്റെതായ ഒരു എന്തോന്നും വേണ്ടായിരുന്നു. എവള് പറയുന്നത് എന്നോട് അമ്മ ഒത്തിരി അങ്ങ് വല്ലാണ്ടായി പണ്ടിരുന്ന. ഇങ്ങനൊന്നും ഒരു നാളുണ്ടല്ലോ ഞങ്ങളെ പോലുള്ളവർക്ക് ഇത് വാങ്ങിക്കാൻ പറ്റുന്നത്. അല്ല, ഞാൻ അതിലേറെ സന്തോഷം. കാര്യം എന്താന്ന് പറയാ, സാധാ ഒരു റീല് പാട്ടും ഡാൻസും ഒക്കെ ചെയ്ത് ഫേമസ് ആകുന്നതിലും ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എല്ലായിടത്തും ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു പേരും പറഞ്ഞ ആൾക്കാരെൻ്റെ അടുത്ത് വരുമ്പോഴേ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് നിങ്ങളിലൊരാളായിട്ട് നമ്മൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പം മരുന്ന് കഴിച്ചു തുടങ്ങിയതിന്റെ ഇതിലൊക്കെ 12 കിലോ വെയിറ്റ് കുറഞ്ഞ്. എത്ര മാസമായി? ഇപ്പൊ നമ്മള് 5 മാസം. അപ്പൊ 5 മാസം കൊണ്ട് 12 ഹെൽത്തി ആയിട്ട് ഫാറ്റ് ആയിട്ടാണ് നമ്മളെല്ലാം കഴിച്ചുകൊണ്ട് തന്നെയാ വെയിറ്റ് കുറച്ചേക്കുന്നത്. ഫാറ്റ് ലോസ് ഉണ്ട് നല്ല രീതി. അതാ എനിക്ക് ഡ്രസ്സുകൾ ഇടുമ്പോഴത് എനിക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നത്. മോനെ അന്ന് ഇതിലൊക്കെ ഇതൊന്നും ഇടാനൊക്കുന്നതല്ലായിരുന്നു. ഈ ചുരിദാർ ഒന്നും ഇടാനൊക്കത്തില്ലായിരുന്നു. ഇത് ഇടാനൊക്കാത്ത ചുരിദാറായിരുന്നു. ഇപ്പൊ എന്നിട്ടതൊക്കെ വെറും ലൂസായിട്ട് കുടിച്ചതെന്നിട്ട് എന്റെ അമ്മയ്ക്ക് ഇടാൻ പറ്റാത്ത ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് വരെ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഇട്ടോണ്ട് നടക്കുന്നത്. അപ്പൊ സ്മൂത്തി കുടിക്ക്. ഇപ്പൊ ചെറിയ ആളും കുടിക്കുന്നുണ്ടെന്ന് തന്നെ. എങ്ങനെയുണ്ട് നമ്മുടെ സ്മൂത്തി? നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഇറങ്ങുന്നത് കണ്ടതിലൊക്കെ വളരെ വളരെ സന്തോഷം. അത് സാരമില്ല, ഡയറ്റ് ചെയ്യുന്ന നമ്മള് ഇങ്ങനെ നടക്കുമല്ലേ. അതെ, നിങ്ങൾ ഇത്രയും നിങ്ങളുടെയൊക്കെ സ്നേഹം ഇങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വയറെന്ന് പറയുന്നത്.
അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. നീ കാണാൻ പോരെ ആലപ്പുഴക്കൊക്കെ വായോ, ആലപ്പുഴയ്ക്കൊക്കെ വരുമ്പോ ഞങ്ങൾ ഇറങ്ങാം. അച്ഛനും ഒക്കെ ആയിട്ട് വാട്ടാ. അല്ല ബീച്ചിന് തൊട്ടടുത്താ ഞാൻ. ആ. പറഞ്ഞു കേട്ടാ, പറഞ്ഞു കേട്ടാ. എങ്ങനെ യാത്രയ്ക്ക് ഇറങ്ങുന്ന ഒരു വ്യക്തിയേ അല്ല. അമ്മ ഇങ്ങനെ വീട് മാത്രം അമ്മയുടെ ലോകങ്ങളാ. മേഡം കാണാതിരിക്കാൻ പോലും പറ്റുമെന്ന് വിചാരിച്ചു. വീടുകളിൽ മാത്രമേ കേട്ടുള്ളൂ, സാറുമായിട്ട് മാത്രമേ ഉള്ളൂ എന്ത് സംശയങ്ങൾക്ക് വിളിക്കുകയോ ഓർഡർ ചെയ്യാനും എല്ലാം. ഉണ്ടെങ്കിലും മോൾ വിളിച്ച് പറയും മോനെ ഓ. എന്തുണ്ടെങ്കിലും. അതെ, ഇവിടെയാണ്, ഇവിടെ പോയിട്ടാണ് ഏറ്റവും കൂടുതൽ കോണ്ടാക്ട്സ്. ഞാനുമായിട്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. പോട്ടെ, ഇപ്പൊ മോക്ക് മനസ്സിലായല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷം. ആലപ്പുഴയൊക്കെ വരുമ്പോഴത്തേക്കും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ, നമ്മുടെ നേരിട്ടുള്ള റിവ്യൂ ആണ്. അപ്പൊ നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വെയിറ്റ് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കുഞ്ഞു മക്കളുടെ പ്രോഡക്റ്റും എല്ലാം ഇതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാതെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസിനായി നമ്മുടെ നാത്തൂൻസ് കിച്ചൺ ഫോളോ ചെയ്യാൻ മറക്കല്ലേ.